എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഗൾഫിലൊക്കെ ഈദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്. അപ്പം ഈദിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു പാക്കറ്റ് ബ്രെഡാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പം ഒരുപാട് ഇങ്ങനെ കട്ടിയുള്ള ബ്രെഡ് നമ്മൾ എടുക്കരുത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കാനുള്ളത്. അപ്പം ഇനിയിപ്പം ഈ ബ്രെഡിൻ്റെ 2 വശത്തുള്ള ആ പീസ് ഞാൻ ഇതിലേക്ക് എടുക്കത്തില്ല കേട്ടോ. പിന്നെ ഈ ബ്രെഡിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോഴേക്ക് നമ്മൾ ഒരിക്കലും അത് കളയരുത് കേട്ടോ. ശരിക്കും നമുക്ക് നല്ല ഒരു ബ്രെഡ് ക്രംസ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ മധുരത്തിൻ്റെ പാകത്തിന് ഞാനിവിടെ 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. അപ്പം ഞാനിവിടെ 1 ലിറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മാങ്ങ സീസണാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല കോട്ടുക്കുണം മാങ്ങയിൽ ഇതുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് മുൻപ് തന്നെ നമുക്കിതാ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇപ്പം 2 പുഡിങ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ജസ്റ്റ് ഇത് ഭയങ്കര സ്റ്റിഫായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് തന്നെയാണിത്. അപ്പം ഞാൻ ഇതൊന്ന് വിപ്പ് ചെയ്ത് എടുക്കണേ. ശരിക്ക് തീയൊന്നും കത്തിക്കാതെ അല്ലെങ്കിൽ ഓവനിലൊന്നും അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. കുട്ടികൾക്ക് പോലും ഇത് വേഗം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ അന്ന് എല്ലാവരും വലിയ തിരക്കൊക്കെ ആയിരിക്കും. അപ്പം അതിന് മുൻപ് തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ബാക്കിയിരിക്കുന്ന പാലിൽ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത ശേഷം ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ തന്നെ 1/2 കപ്പോളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മധുരം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടുകാരുടെ മധുരത്തിന് കണക്കിന് നിങ്ങൾ എടുക്കണം കേട്ടോ. കൂടുതലാണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പം എന്താ ഒരു വിസ്ക് കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ എന്താ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഏത്തപ്പഴവും മാങ്ങയും ആപ്പിളുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ബദാം ഒന്ന് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ പിസ്ത ക്രഷ് ചെയ്തതുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബദാം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന ട്രേ വേണം നമ്മൾ ഇതിനേക്ക് എടുക്കാനുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു ലെയർ ബ്രെഡ് ഇതുപോലെ നിരത്തിയ ശേഷം നമ്മളിതാ ഈ മിക്സ് ചെയ്ത് വെച്ച ആ പാലിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും കൂട്ടില്ലേ അത് ഇതിന് മീതെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേ ആ ബ്രെഡ് നല്ല ഇങ്ങനെ സോക്കാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന് മീതെ നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് മാങ്ങയും ഏത്തപ്പഴവും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്റ്റിഫായിട്ടല്ല നമ്മളിത് വിപ്പ് ചെയ്തെടുക്കണത്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫ്രഷ് ക്രീം ചേർത്ത മിക്സ് ഉണ്ടല്ലോ അത് ഇതിന് മീതെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. പിന്നെ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ബ്രെഡ് ലെയർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇത് 3 മസ്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പുഡിങ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ടൈമൊക്കെ എല്ലാവർക്കും പുഡിങ്ങൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. എന്നാൽ ഇത് അധികം നമുക്ക് സമയം എടുക്കുന്ന ഒരു സംഭവമല്ല. അപ്പം നിങ്ങൾ ഏത് ടൈപ്പ് പുഡിങ്ങാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ ഇന്നിപ്പം ഈദ് ആഘോഷിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈദിന് ഏത് ടൈപ്പ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? ചിലർ എനിക്ക് തോന്നുന്നു പായസമൊക്കെ ആയിരിക്കും ഉണ്ടാക്കണത്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ. അപ്പം കുട്ടികൾക്ക്
ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സമയം കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള പുഡിങ്ങൊക്കെ അവർക്ക് കഴിക്കാനും ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഒരുപാട് ഇങ്ങനെ കട്ടിക്കല്ല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുമ്പം ഇരിക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് എപ്പോഴും ഇതുപോലെ തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നത്തില്ലേ? അപ്പം ഈ പുഡിങ്ങൊക്കെ നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണേ. നമുക്കിവിടെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ ആയിരിക്കും പെരുന്നാൾ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? ഡ്രസ്സൊക്കെ എടുത്തോ? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ? രാവിലെ പെരുന്നാളിന് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ വീട്ടമ്മമാർ അതൊക്കെ നമ്മൾ നേരത്തെ കണക്കൂട്ടി വെക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മളുടെ പുഡിങ് തണുക്കാനായിട്ട് വെച്ച ശേഷം ഞാൻ അടുത്ത പുഡിങ്ങിന് വേണ്ടിയിട്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മാങ്ങയാണ് ഇതിലെ താരം എന്ന് പറയുന്നത്. അങ്ങനെ മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തു. നല്ല മധുരമുള്ള മാങ്ങ വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ചില മാങ്ങകൾ കണ്ടില്ലേ ഭയങ്കര കവർപ്പായിരിക്കും. അങ്ങനെയുള്ള മാങ്ങ നമ്മൾ ഇതിനായിട്ട് എടുക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളത്. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മുടെ മധുരത്തിൻ്റെയും അതായത് ആ മാങ്ങയിലും നല്ല മധുരമുണ്ട്, അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശരിക്കും നല്ല ഒരു മാംഗോയിൻ്റെ ആ ഒരു ടേസ്റ്റും നല്ല ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ട്രേ എടുത്തിട്ട് ബ്രെഡ് ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ പാല് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്ത കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബ്രെഡ് നല്ലതുപോലെ സോക്കായി കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ട്രേയിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും സൗകര്യം. എന്നിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിന് മീതെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ശരിക്ക് അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്തേക്കണേ. എന്തായാലും നമുക്ക് ഇതൊക്കെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. അപ്പോൾ നമ്മളുടെ സലൂ കിച്ചണിൽ തന്നെ ഒരുപാട് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സലൂ കിച്ചൺ ബ്രെഡ് പുഡിങ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടുവേ. അപ്പോൾ ഇതിന് ഇതുപോലെ നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുത്ത ശേഷം വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് മറ്റതുപോലെ ഒരുപാട് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർക്കത്തില്ല, കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇത് മാംഗോ ചേർത്ത പുഡിങ് അല്ലേ. അപ്പോൾ മാംഗോയ്ക്ക് തന്നെ ഓൾറെഡി നല്ല മധുരമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മാംഗോ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചോ? അതേ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബ്രെഡ് മീതെ വെച്ച ശേഷം വീണ്ടും നമുക്ക് അടുത്ത ലെയർ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കിത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്ക് പോലും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പുഡിങ്ങാണ് ഇഷ്ടം? ഒരുപാട് തരം പുഡിങ്ങുകളുണ്ടല്ലോ. അപ്പം ഏറ്റവും എളുപ്പം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള പുഡിങ് ഏതാണെന്നുകൂടി പറയണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഇതിപ്പം ലാസ്റ്റ് എല്ലാം ഫില്ല് ചെയ്തു. ലാസ്റ്റിൽ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതുകൊണ്ടാണ് സ്റ്റിഫായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ. ഇത് കഴിക്കുമ്പോഴും ഇത് സ്റ്റിഫായിട്ടല്ല ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ശരിക്കും ഫ്രീസറിലല്ല വെക്കുന്നത്, അത് ഞാൻ എടുത്ത് പറയണേ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രമേ നമ്മളിത് എടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതാ മാങ്ങ കട്ട് ചെയ്തത് മീതെ വെച്ച് കൊടുക്കാം. മാങ്ങ എടുക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മധുരമുള്ള കവർപ്പില്ലാത്ത മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. പിന്നെ നട്ട്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പം പല രീതിയിൽ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. പൈനാപ്പിളിൻ്റെ പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിലേ അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത റെസിപ്പിക്ക് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 പച്ചമുളകും ഇതുപോലെ ഒരു കൈപ്പിടി പുതിനയിലയും പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. ഇത് രണ്ടും കുറച്ചധികം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമില്ലേ, ക്യൂമിൻ സീഡ്, അതും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതും വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനുള്ളത്. അപ്പം ഞാനിതൊന്ന് മാറ്റി വെക്കണേ. ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് 1 ടീസ്പൂൺ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ ഈ ഇലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അത് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. പക്ഷെ കുറച്ച് ഇതുപോലെ പച്ചമുളക് ചേർത്ത് അരച്ചെടുക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്നെ പല വിധത്തിൽ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ നാട്ടിലെ റെസിപ്പി അല്ല കേട്ടോ, ഇത് ഹൈദരാബാദിലെ റെസിപ്പിയാണ്. അപ്പം ശരിക്കും ഹൈദരാബാദികൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞങ്ങൾ സൗദിയിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു നെയ്ബർ ഭാബി ഉണ്ടായിരുന്നു. ആ ഭാബി എപ്പോഴും തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ യോഗട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് പുളിപ്പുള്ള തൈര് നമ്മൾ ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ വലിയൊരു ബൗളിൽ 1 ബക്കറ്റ് തൈര് ചേർത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പം കട്ട കെട്ടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ശരിക്കും ഹൈദരാബാദി ഡിഷസൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുടെ ഫുഡൊക്കെ അടിപൊളിയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ തൈര് മോരാക്കിയില്ലേ അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം അരച്ച ഇലയുടെ കൂട്ടും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി നമ്മൾ അടുപ്പത്തൊന്നും വയ്ക്കത്തില്ല, ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ആ മാവൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പം പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിനു മുൻപും പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾ സലൂ കിച്ചൻ ദഹി വട എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടാവുന്ന അനുസരിച്ച് മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വലിയ ഷേപ്പ് കിട്ടണം എന്നില്ല, അത് തന്നെ അങ്ങ് റൗണ്ടായി വന്നോളും കേട്ടോ. എന്നിട്ട് ഇത് ഒരു സൈഡ് റെഡി ആകുമ്പോൾ പതുക്കെ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ശരിക്കും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ദഹിവടയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കണം? ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈസി ആയിട്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തത് ഞാനൊരു സ്റ്റെയിനറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന ഇനിയിപ്പോൾ മാവുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിപ്പമുള്ള പാൻ ഇതിലേക്ക് ഉപയോഗിച്ചത് കേട്ടോ. അപ്പം നമ്മളുടെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ദഹി വടയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയവരാണെങ്കിൽ ഈ ഒരു രീതിയിലാണോ അതേ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലാണോ ഉണ്ടാക്കുന്നത്, അതും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഫ്രൈ ചെയ്തതെല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ചിലത് ഞാൻ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതുപോലെ ബൗളിലേക്കൊന്ന് നിരത്തി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പോളം പുഴുങ്ങിയ കടലയാണ് കേട്ടോ, പുഴുങ്ങിയ വെള്ളക്കടല ഇട്ട് കൊടുക്കുകയാണ്. കടലയും കൂടി ഇടുമ്പോഴേ നല്ല ഒരു ടേസ്റ്റ് നമുക്കിതിന് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ആ മോരുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, സംഗതി എത്ര എളുപ്പമാണെന്ന് നോക്കിക്കേ, അടിപൊളി ടേസ്റ്റുമാണ്. ഇത് നമുക്ക് ഇതുപോലുള്ള ഈദ് അതുപോലെ തന്നെ എന്തെങ്കിലും പാർട്ടി ആ സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഒരുപാട് എഫേർട്ടൊന്നും വേണ്ട കേട്ടോ. അപ്പം നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രൈ ചെയ്തതിൽ നിന്ന് തന്നെ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുകും ചെറിയ ജീരകം ഉണ്ടല്ലോ ക്യൂമിൻ സീഡ് അതും പിന്നെ നമുക്ക് വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. ക്യൂമിൻ സീഡ് മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് വ്യത്യാസം വരുത്തും കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ആ പൊച്ചച്ചൊവ ഈ ചൂടെണ്ണയിൽ കിടക്കുമ്പോൾ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഈ താളിച്ചത് ഇനിയിപ്പം നമ്മളുടെ ഈ ദഹി വടയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും കാണാനും നല്ല മൊഞ്ചാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പം ഇന്ന് കാണിച്ച ഈ 3 ഐറ്റവും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ തണുപ്പിക്കുന്നത്, ഫ്രീസറിലല്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയില നമുക്കിതിൻ്റെ മീതെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം ഇന്ന് ഞാൻ കാണിച്ചതിൽ ഈ 3 റെസിപ്പിയിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ
ഈദ് ആഘോഷിക്കുന്നവർക്കും ഈദ് ആഘോഷിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഈദ് മുബാറക്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.